ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗാണ്. ഇന്ന് ഞാനൊരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് നാളെയാണ് ആക്ച്വലി വർക്ക്ഷോപ്പ് ഉള്ളത്. അപ്പം ഓൾറെഡി ഞാനിങ്ങനെ കീചെയിനും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. കുറച്ചുകൂടി ആ ഒരു ഫീൽഡിൽ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. എന്താ അവസ്ഥ അറിയില്ല. പോയി നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പറ്റുകയാണെങ്കിൽ ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്യാം. കോഴിക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം. അപ്പോൾ ഇത്രയുള്ളൂ. ബാക്കി വീഡിയോസിൽ കാണാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അങ്ങനെ വർക്ക്ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഈ ഒരു ചെറിയൊരു ഫ്രെയിമാണ് ചെയ്യുന്നത്. ഈ ഒരു കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ ശ്രദ്ധിച്ചേട്ടോ. അവസാനം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും കാണണം. അടിപൊളിയാണ്. അങ്ങനെ ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ എല്ലാവരും ചെയ്ത വർക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. എൻ്റെ ഒരു എഫക്റ്റ് ചെയ്യാൻ മനസ്സിലാവുന്നുണ്ട് അല്ലേ? പിന്നെ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അവിടെ നല്ല മഴയാണ്. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണി ഒക്കെയായിരുന്നു. പക്ഷേ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞ പരിപാടി. പിന്നെ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അങ്ങനെ നെക്സ്റ്റ് വർക്കിനുള്ള റെസിനൊക്കെ മിക്സ് ചെയ്യാം കേട്ടോ. ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഈ ഒരു തീമിലാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ കാലിഗ്രാഫീൻ്റെതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ 6 പേരായിരുന്നുള്ളത്. 3 പേര് ക്ലോക്കും 3 പേര് കാലിഗ്രാഫി ആയിരുന്നു. അതിലൊരു ചേച്ചീൻ്റെതാണ് ഈ ഒരു ബീച്ച് തീം, ഓഷ്യൻ തീമാണ് ചെയ്തിട്ടുള്ളത് ക്ലോക്ക്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ആ ഒരു ബ്ലൂ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ല രസമല്ലേ കാണാൻ. പിന്നെ എല്ലാവരും ഓരോരോ ലെയേഴ്സ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ക്ലോക്കും അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ എൻ്റേത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റോണൊക്കെയാണ് ആദ്യം ഇട്ടത്. എനിക്ക് ഈ സ്റ്റോൺ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷൈനിങ് ഒക്കെ തോന്നുന്നുണ്ട്. സ്റ്റോൺ ആഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്ന് അത് സെയിം എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കളർ തന്നെയായിരുന്നു കേട്ടോ ഏകദേശം. പിന്നെ അതിട്ടു. പിന്നെ വൈറ്റ് ആണ് ഉള്ളത്. അത് ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാർബിൾ എഫക്റ്റ് പോലെ ഇങ്ങനെ ലൈൻസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലോക്കിൻ്റെ കട്ട് കാര്യങ്ങളൊക്കെ വെച്ചു, അക്രിലിക് കട്ട് വെച്ചു. പിന്നെ 2 പേര് ആയത്തിൽ കുറിച്ച് ചെയ്യുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി. പിന്നെ ഇന്ന് നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറ്റുകയാണെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ എടുത്തിട്ടിടാം. അത്രയേ ഉള്ളൂ. ബൈ. കഴിഞ്ഞ ഡേ നമ്മൾ ചെയ്ത് വെച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ ചെയ്ത ആ ഫ്രെയിമിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു അടിപൊളിയാണെന്ന്. അടിപൊളിയാന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്. പിങ്ക് എന്ന് പറഞ്ഞതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ ഗോൾഡൻ മാർക്കറൊക്കെ വെച്ചിട്ട് ചുറ്റും കളർ ചെയ്യാണ്. പിന്നെ അതിന് ശേഷം അക്രിലിക് കട്ട് വെച്ചിട്ട് ബാക്കി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. അൽഹംദുലില്ലാ കംപ്ലീറ്റ് ആയി. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. നല്ല കളർ കോമ്പിനേഷൻ. എന്തായാലും മാഷാ അല്ലാഹ് നല്ല ചെയ്യാൻ പറ്റി. അടിപൊളിയാണ്. പിന്നെ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ഇത് നമ്മൾ വർക്ക്ഷോപ്പ് എടുത്ത താത്തൻ്റെ കസിനാട്ടോ. ആൾ നല്ല ആക്റ്റീവാണ്. എൻ്റെ വർക്ക് നല്ല ഇഷ്ടപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ 2 വർക്കാണ് കേട്ടോ ചെയ്തത്. മാഷാ അല്ലാഹ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അതിന് ശേഷം ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.